ദേശീയ പണിമുടക്കിനിടെ കാസർഗോഡ് സീതാങ്കോളിയിൽ CITU പ്രവർത്തകർക്കെതിരായി നടന്ന പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധം. പരിക്കേറ്റ CITU പ്രവർത്തകർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി CITU പ്രവർത്തകർ സീതാംകോളിയിൽ പ്രകടനം നടത്തുന്നതിനിടെയായിരുന്നു പോലീസ് അതിക്രമം. കുമ്പള പോലീസ് സ്റ്റേഷനിലെ ASI-മാരായ ബാബുരാജ്, ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം. അസഭ്യം വിളിച്ച് പോലീസുകാർ പ്രവർത്തകരെ മർദ്ദിച്ച് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ CPIM പുത്തിക ലോക്കൽ സെക്രട്ടറി സന്തോഷ്, ബിനീഷ്, മധുസൂദനൻ എന്നിവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല. CPIM CITU നേതാക്കളെത്തിയ ശേഷമാണ് ഇവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. CITU പ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു അബ്രഹാം ആവശ്യപ്പെട്ടു. മനുഷ്യത്വഹീനമായ നിലയിലേക്ക് ഉള്ള ഒരു പ്രവൃത്തി ഈ സമരത്തിന്റെ ഭാഗമായി കൊണ്ട് പങ്കെടുത്തു എന്നുള്ളതുകൊണ്ടാണ് ആ പ്രവർത്തകർക്കെതിരായി അവിടെ പോലീസ് ലാത്തിചാർജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ജില്ലയിലോ കേരളത്തിലോ പൊതുവിൽ യാതൊരു പ്രശ്നവുമില്ലാതെ നടന്ന ഈ പണിമുടക്കിനെ ബോധപൂർവം സംഘർഷമുള്ളതാക്കി തീർക്കാൻ വേണ്ടി വളരെ വലിയ നിലയിൽ ആസൂത്രിതരമായിട്ടുള്ള നീക്കമാണ് കുമ്പള പോലീസ് സ്റ്റേഷനകത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത്രയും നിഷ്ഠൂരമായ നിലയിലേക്കുള്ള അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ കുമ്പള പോലീസ് സ്റ്റേഷനകത്തെ ബാബുരാജിനെതിരായും അതുപോലെ ബാബു ASI-മാർക്കെതിരായി അതിശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് CITU ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ പ്രവർത്തകരെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് അതിക്രമത്തിനെതിരെ വൈകുന്നേരം സീതാങ്കോളിയിൽ CPM-ന്റെയും CITU-വിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേരും. കൈരളി ന്യൂസ്, കാസർഗോഡ്.